നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നോട്ട് അസാധുവാക്കൽ, ജീവനക്കാർക്ക് ശമ്പളം വൈകി, പ്രതിഷേധവുമായി സർവീസ് സംഘടനകൾ. വിവിധ പാർട്ടികളിൽ നിന്നും സിപിഎമ്മിൽ ചേർന്നവർക്ക് അജാനൂരിൽ സ്വീകരണം. സിപിഎമ്മിന് ജനപിന്തുണ ഏറിവരുന്നതായി ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രൻ. മാർക്സിസ്റ്റ് അക്രമം ആരോപിച്ച് നീലേശ്വരത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധം. കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വനമേകാൻ ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. പരിശീലനം നടന്നു. ജനകീയ വികസന മാതൃകകൾക്ക് രൂപം നൽകി പിലിക്കോട് പഞ്ചായത്ത് മാതൃകയാവുന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് സമാപനം. ലക്ഷദ്വീപ് സമർപ്പണം നടന്നു. വാർത്തകൾ വിശദമായി. നോട്ട് നിരോധനം, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകുന്നു, പ്രതിഷേധവുമായി വിവിധ സർവീസ് സംഘടനകൾ. നോട്ട് അസാധുവാക്കിയത് മൂലം ശമ്പളവും പെൻഷനും ലഭിക്കുന്നതിനുള്ള പ്രതിസന്ധി മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന യോഗം ടി.പി. ഉഷ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഭരണഘടനയുടെ 308 അനുച്ഛേദമനുസരിച്ച് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 2 മാസത്തിനകം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും അംഗീകാരം വാങ്ങിക്കൊണ്ട് മാത്രമേ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ നവംബർ മാസം 8-ാം തീയതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ ശേഷം പ്രധാനമന്ത്രി പാർലമെന്റിന്റെ സഭകളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. കേവലം റേഡിയോയിലും ടെലിവിഷനിലും മാത്രം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അതിനുമപ്പുറം ലോകത്താകെ തന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷൻകാരും ട്രഷറിക്ക് മുന്നിൽ കുഴഞ്ഞു വീഴുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കുഞ്ഞമ്പു മാവുവളപ്പിൽ അധ്യക്ഷനായി. കെ വി സുജാത, കെ രവീന്ദ്രൻ, എ വേണുഗോപാലൻ, കെ ബാലകൃഷ്ണൻ, എ കെ ആൽബർട്ട്, വി ആർ രാജു തുടങ്ങിയവർ സംസാരിച്ചു. ടി വി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. അജാനൂർ കടപ്പുറത്ത് വിവിധ പാർട്ടികളിൽ നിന്നും സിപിഎമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. സിപിഐഎം കൊളവയിൽ ലോക്കൽ കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. അജാനൂർ കടപ്പുറത്ത് നിന്ന് സിപിഐഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച 15ഓളം പ്രവർത്തകർക്കാണ് സിപിഎം കൊളവയൽ ലോക്കൽ കമ്മിറ്റി സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുമ്പൂടെ പുരുഷോത്തം വക്കീൽ ചെയർമാനായി ജയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേരം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലുണ്ടോ? ഇല്ല കേട്ടോ. ബിജെപിയും കോൺഗ്രസും ചോദിച്ചാൽ നമ്മൾ പോകും. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി 2015 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുള്ള ഭരണം ഇടതുപക്ഷ മുന്നണി ഒറ്റയ്ക്ക് നേടിയെടുത്തു എന്നതാണ് ആ വിജയത്തിന്റെ പ്രത്യേകത. ഞങ്ങൾ കണക്കൂട്ടുക ആരായി വോട്ട് ചെയ്ത് നിങ്ങൾക്കറിയാലോ, ഒരു സംശയമില്ല കേട്ടോ. വോട്ട് ചെയ്ത പല ആളുകളും LDF മാത്രമൊന്നുമല്ല, LDF അല്ല, എന്നാൽ അവര് പറഞ്ഞു ഇപ്പൊ LDF ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എ വി നാരായണൻ അധ്യക്ഷനായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി സുബൈദ, സിപിഎം ഏരിയ സെക്രട്ടറി പി നാരായണൻ, ലോക്കൽ സെക്രട്ടറി പി കെ കണ്ണൻ, എം വി നാരായണൻ, എ എസ് ഗോപി, എ എസ് ചന്ദ്രൻ,
രവി, സതീഷ് പുയ്യക്കര തുടങ്ങിയവർ സംസാരിച്ചു. മാർക്സിസ്റ്റ് അക്രമം ആരോപിച്ച് നീലേശ്വരത്ത് ജനകീയ പ്രതിരോധം. മുനിസിപ്പൽ തല കൺവെൻഷൻ RSS നേതാവ് KB പ്രജിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയും പാനൂരും കൂത്തൂറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ റവന്യൂ തലശ്ശേരി താലൂക്കിൽ ഈ പ്രസ്ഥാനം മെല്ലെ മെല്ലെ പിച്ചവെച്ചു വരുമ്പോഴാണ്, എന്തിനേറെ പറയുന്നു, 15 ശാഖയിൽ താഴെ മാത്രം സംഘപ്രവർത്തനമുള്ള കാലഘട്ടമായിരുന്നു 1969. ഞങ്ങൾ അവിടെ യാതൊരു ശക്തിയുമായിരുന്നില്ല. വളരെ ശൈശവമായ ദിശയായിരുന്നു സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ആ കാലഘട്ടത്തിലാണ് ഇന്ന് തലശ്ശേരി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന വാടിക്കൽ പ്രദേശം അവിടുത്തെ പിന്നോക്കക്കാരനായ ഒരു തയ്യൽ തൊഴിലാളിയെ അദ്ദേഹത്തിന്റെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്ന് കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കുള്ള എന്ന് CPM വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ ഒരു നരഹത്യ നടത്തിയത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു. അവസാനമായി കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടത് പിണറായി വിജയന്റെ അവിടുത്തെ സിംഹാസനത്തിന്റെ വെളിപ്പാടകലെയാണ്. താലിബാന്റെ ഇന്ത്യൻ പതിപ്പാണ് CPM എന്നും ഇവർ നടത്തിയ കൊലപാതകങ്ങൾ ഇതിനു തെളിവാണെന്നും RSS വിഭാഗ കാര്യകാരി സദസ്യൻ KB പ്രജിൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് നരവേട്ടയ്ക്കെതിരെ ജനകീയ പ്രതിരോധമെന്ന പ്രഖ്യാപനവുമായി നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലാണ് മുനിസിപ്പൽ തല കൺവെൻഷൻ നടന്നത്. BJP തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വെങ്ങാട്ട് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. RSS കണ്ണൂർ ജില്ലാ പ്രചാർ പ്രമുഖ് അഡ്വക്കേറ്റ് ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. BMS നീലേശ്വരം മേഖലാ സെക്രട്ടറി KP രാഘവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വന പരിചരണമേകാൻ വിദ്യാർത്ഥികളും. വെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരാണ് പാലിയേറ്റീവ് കെയർ രംഗത്ത് സജീവമാകുന്നത്. ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന സ്പർശം പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ സാന്ത്വന പരിചരണ രംഗത്ത് ഇറങ്ങുന്നത്. ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവുമായി സഹകരിച്ചാണ് സ്പർശം പദ്ധതി നടപ്പിലാക്കുന്നത്. കാഞ്ഞങ്ങാട് മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ NSS വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ വീടുകൾ സന്ദർശിച്ച് സാന്ത്വന പരിചരണത്തിൽ സജീവമാകും. നീലേശ്വരം റോട്ടറി ക്ലബ് പ്രസിഡന്റ് PE ഷാജിദ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. മിഡ് ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് A രാജീവൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ KR മധുസൂദനൻ, മിഡ് ടൗൺ റോട്ടറി സെക്രട്ടറി B മുകുന്ദ് പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ബാലകൃഷ്ണൻ സ്വാഗതവും NSS വളണ്ടിയർ ലീഡർ ജിതിന നന്ദിയും പറഞ്ഞു. ജനകീയ വികസന മാതൃകകൾക്ക് രൂപം നൽകി പിലിക്കോട് പഞ്ചായത്തിൽ ശില്പശാല. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത നവകേരള മിഷന്റെ ഭാഗമായിരുന്നു ശില്പശാല. നവകേരള മിഷന്റെ ഭാഗമായി പാർപ്പിട സുരക്ഷ, കാർഷിക വികസനം, ആതുര സേവനം, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം, പരിസ്ഥിതി ശുചിത്വം എന്നീ മേഖലകളിൽ ജനകീയ വികസന മാതൃകകൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യവുമായാണ് ശില്പശാല നടന്നത്. പടുവളം SGSY ബ്ലോക്ക് ഹാളിൽ നടന്ന നവകേരള മിഷൻ ശില്പശാലയിൽ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. T ഗംഗാധരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. ഒരു മേൽപ്പുരയിൽ പെയ്യുന്ന മഴവെള്ളം എത്രയായിരിക്കും സമയമുള്ളപ്പോൾ കണക്കൂട്ടി നോക്കണം. 10 ചതുരശ്ര അടിക്ക് 10 ചതുരശ്ര അടി അത്രയും വിസ്തൃതി ഉണ്ടെങ്കിൽ അവിടെ ഒരു 3 മീറ്റർ ഉയരത്തിൽ വെള്ളം നിൽക്കുന്നു വിചാരിക്കാം. മിനിമം മഴ കേരളത്തിൽ കിട്ടുന്ന അത്രയാണ് 3000 മില്ലിമീറ്റർ. 3000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും കണക്കൂട്ടി നോക്കാൻ. നിങ്ങൾ 50 ഒരു വീട്ടിലെ മേൽപ്പുരയുടെ മേലെ പെയ്യുന്ന മഴവെള്ളത്തിന്റെ കണക്ക് വളരെ വലിയ ഒരളവാണ്. ഇത് നമുക്ക് ചെയ്യണം, മണ്ണിനകത്തേക്ക് പറഞ്ഞേക്കണം. കാരണം മണ്ണാക്കാൻ ജലത്തെ സൂക്ഷിക്കാൻ പറ്റിയ നല്ല ടാങ്ക്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ, A കൃഷ്ണൻ, E കുഞ്ഞിരാമൻ, TV കൃഷ്ണൻ, PV ഗോവിന്ദൻ, P രാഘവൻ, രവീന്ദ്രൻ മാണിയാട്ട്, MT സുലൈമാൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ ആവിഷ്കരിക്കേണ്ട പദ്ധതികൾക്ക് ശില്പശാലയിൽ മാർഗരേഖയാക്കി. പഞ്ചായത്ത് സെക്രട്ടറി TT സുരേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് P ശൈലജ നന്ദിയും പറഞ്ഞു.
പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ മാധ്യമ പുരസ്കാരം നേടിയ മലയാള മനോരമ റിപ്പോർട്ടർ റൂബിൻ ജോസഫിനെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അനുമോദിച്ചു. പ്രസ് ഫോറം ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ എന്റേത് എന്നല്ല, അല്ലെങ്കിൽ എന്റേത് അല്ലെങ്കിൽ സന്തോഷ് ജോൺ ജുവലിന്റെ അവാർഡ് മേടിക്കാൻ ഞങ്ങൾ പോയി എന്നതിനപ്പുറം ഇത് സത്യസന്ധമായി പറയാണ്, ആത്മാർത്ഥമായി പറയാണ്. കമ്പനിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അങ്ങനെ കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല, ഒരു ടീം വർക്കിന്റെ ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതിനകത്ത് ഇപ്പം പെരിയയിലാണ് നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്തത്. പെരിയയിലെ റിപ്പോർട്ടർ ഹരി ഉൾപ്പെടെ, ഹരിയൊക്കെ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എഫേർട്ടാണ്. അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ, അത് കമ്പനിക്കും നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന വിധത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇനി എങ്ങനെ വരും, അതിലെന്താണ് എന്നുള്ളതൊക്കെ പിന്നീട് വേറെ ചർച്ചയാവേണ്ട വിഷയമാണ്. പക്ഷെ ഹരി ഉൾപ്പെടെയുള്ളൂ നമ്മുടെ അവിടുത്തെ വളരെ അടുത്ത അഭ്യുദയകാംക്ഷികൾ ഉൾപ്പെടെ മനോരമയ്ക്ക് അകത്തും പുറത്തുള്ള മനോരമയുടെ സ്നേഹിതർ, അങ്ങനെ വലിയൊരു ടീമിന്റെ വിജയമാണ് ശരിക്കും പറഞ്ഞ ഈ പ്രോഗ്രാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ മാധ്യമ പുരസ്കാരം നേടിയ മലയാള മനോരമ റിപ്പോർട്ടർ റൂബിൻ ജോസഫിനെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം അനുമോദിച്ചു. അനുമോദന യോഗത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ടി.കെ. നാരായണൻ അധ്യക്ഷനായി. എൻ ഗംഗാധരൻ, ഇ.വി. ജയകൃഷ്ണൻ, പി. പ്രവീൺകുമാർ, ജോയ്, കെ. ബാബു, സി.വി. സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ക്യാമ്പ് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് സംസ്ഥാന വനിതാ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 3-4 തീയതികളിലായാണ് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ ക്യാമ്പ് നടക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഗരസഭാ മേഖലകളിലെ വനിതാ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനും സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ആദ്യമായി കാഞ്ഞങ്ങാട് വെച്ച് നടക്കാൻ പോകുന്നത് ഡിസംബർ മാസം 3-4 തീയതികളിൽ കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ പോകുന്നത്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുനിസിപ്പൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. സമര പോരാട്ടങ്ങളിലെ കേരളീയ സ്ത്രീ എന്ന വിഷയത്തെ ആസ്പദമാക്കി മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KPV പ്രീത ക്ലാസ് എടുക്കും. വർഗീയ ഫാസിസം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ ക്ലാസ് എടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ വി രമേശൻ, N ഉണ്ണികൃഷ്ണൻ, സൂരജ് PV, TV രാജേഷ്, ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിയ കായക്കുളം ശ്രീ വിഷ്ണു സാമൂഹ്യ സേവാ സമിതിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും KFC പലരും വിചാരിക്കുന്നത് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവൻ പണം എന്താണ് കായ്ക്കുന്ന മരം അതിന്റെ അടുത്തേക്ക് പോകുന്ന വിചാരം. ഒരു കാര്യം പറയാം, ഒരുപാട് സഹോദരിമാർ വരും, ഒരുപാട് മക്കൾ, ഒരുപാട് ഭാര്യമാർ വരും. എല്ലാവരും അവിടെ പോയാൽ നല്ല സാമ്പത്തികാവസ്ഥയിലാണ്. അങ്ങനെയുള്ളത് അപൂർവം ഉണ്ടാകും. പക്ഷെ കൂടുതൽ ആളുകൾ ഗൾഫിൽ അവർ ജീവിക്കുന്ന ജീവിതാവസ്ഥ എന്താണ് എന്ന് ഭാര്യമാർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ മനസ്സിലാക്കണം. ചിലപ്പോൾ മക്കളായിരിക്കാം, സഹോദരിമാരായിരിക്കാം. നമുക്കറിയാം, ഏതെങ്കിലും ചളി കൊണ്ടുണ്ടാക്കിയ ഭിത്തി, ആ ഭിത്തിക്ക് മുകളിൽ പനയോല കൊണ്ട് മറക്കുക. നമ്മൾ വിചാരിക്കും ഗൾഫുകാർക്ക് AC താമസിക്കുന്ന, പക്ഷെ പലരും അങ്ങനെയല്ല. നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ പ്രവാസികളെ ആദരിക്കുന്നതിനും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമാണ് മരുപ്പച്ച എന്ന പേരിൽ പ്രവാസി സംഗമം സംഘടിപ്പിച്ചത്. സമിതി പ്രസിഡന്റ് K. പീതാംബരന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മാങ്ങാട് സംഗമം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ K. വേണുഗോപാലൻ നമ്പ്യാരുടെ മാതാവ് അന്തരിച്ചു. മുൻ MLA AK നമ്പ്യാരുടെ ഭാര്യ കോണത്ത് സാവിത്രിയമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ മംഗലാപുരത്തു നിന്നും കാഞ്ഞങ്ങാട്ടേക്കുള്ള യാത്രാമധ്യേ കാസർകോട്ട് വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരസഭ മുൻ ചെയർമാൻ K. വേണുഗോപാലൻ നമ്പ്യാരുടെ മാതാവാണ്.
നിർമ്മല നമ്പ്യാർ, വിമല നമ്പ്യാർ, ഡോക്ടർ വിനോദ് കുമാർ, ഷീല നമ്പ്യാർ എന്നിവർ മറ്റു മക്കളാണ്. പെരിയ കായ്ക്കുളം ശ്രീ വിഷ്ണു ദേവസ്ഥാനത്ത് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒറ്റക്കോല മഹോത്സവത്തിന് മുന്നോടിയായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. കായക്കുളം ശ്രീ വിഷ്ണു ദേവസ്ഥാനത്ത് ഏപ്രിൽ 17 നടക്കുന്ന ഒറ്റക്കോല മഹോത്സവത്തിന് മുന്നോടിയായാണ് നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നത്. സ്ഥാനികരും ആചാരക്കാരും വിവിധ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അനുമോദനം സംഘടിപ്പിച്ചു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ക്ഷേത്രപരിധിയിലെ 7 വാർഡുകളിൽ നിന്നും വിജയിച്ച വിദ്യാർത്ഥിനികളെയാണ് അനുമോദിച്ചത്. ഉത്തര മലബാർ തീയ സമുദായ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ പൊയ്യക്കര, ദിനേശൻ താനത്തിങ്കാൽ, രവി കൊളവയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ലക്ഷം ദീപസമർപ്പണവും സംഘടിപ്പിച്ചു. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി ലക്ഷം ദീപം സമർപ്പണം നടന്നു. ഭക്തിയുടെ നിറവിൽ വിവിധ പൂജകളും നടന്നു. തുടർന്ന് തായമ്പക, തിടമ്പ് നൃത്തം എന്നിവയും നടന്നു. കുമാരി സീത എസ് നായരിന്റെ സംഗീത കച്ചേരിയും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോട്ട് അസാധുവാക്കൽ, ജീവനക്കാർക്ക് ശമ്പളം വൈകി, പ്രതിഷേധവുമായി സർവീസ് സംഘടനകൾ. വിവിധ പാർട്ടികളിൽ നിന്നും CPM-ൽ ചേർന്നവർക്ക് അജാനൂരിൽ സ്വീകരണം. CPM-ന് ജനപിന്തുണ ഏറിവരുന്നതായി ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. മാർക്സിസ്റ്റ് അക്രമം ആരോപിച്ച് നീലേശ്വരത്ത് BJP-യുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധം. കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വനമേകാൻ ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. പരിശീലനം നടന്നു. ജനകീയ വികസന മാതൃകകൾക്ക് രൂപം നൽകി പിലിക്കോട് പഞ്ചായത്ത് മാതൃകയാവുന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് സമാപനം. ലക്ഷം ദീപസമർപ്പണം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.